വീണ്ടും സ്നേഹവന്ദനങ്ങൾ ക്രിസ്തുവിൽ പ്രിയരെ. മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? പൂർവകാലങ്ങളെ അപേക്ഷിച്ചു ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രത്യേകത? മനുഷ്യൻ ബുദ്ധിക്കും ശരീരത്തിനും ആവശ്യമായ എല്ലാ പോഷക ധാതുപദാർത്ഥങ്ങളും ദൈവം ആദ്യം മുതലേ നൽകിയിട്ടുണ്ട്. മദ്യത്തിനും രാസലഹരി വസ്തുക്കൾക്കും വേണ്ടിയുള്ള മനുഷ്യരുടെ ആസക്തി വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്ന് രാസവസ്തുക്കളുടെയും വിറ്റുവരവിന്റെ കണക്ക് നോക്കിയാൽ ഈ സത്യം ബോധ്യമാകും. ഞാൻ ഈ സമയത്ത് രാജ്യത്തെ മദ്യപാനികളുടെയും മയക്കുമരുന്ന് ഉപഭോക്താക്കളുടെയും കണക്കെടുക്കുകയല്ല, മറിച്ച് അന്ത്യകാലത്തെ ബൈബിൾ പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. രക്തബന്ധങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്ത നിഷ്ഠൂരമായ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുക. യെഹെസ്കേൽ 28:18 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ അകൃതബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേടുകൊണ്ടും നീ നിന്റെ വിശുദ്ധമന്ദിരങ്ങളെ അശുദ്ധമാക്കി. യെരമ്യ പ്രവചനം 8-6 വാക്യം ഇങ്ങനെ സംസാരിക്കുന്നു: ഞാൻ ശ്രദ്ധ വച്ചു കേട്ടു, അവർ നേരു സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല. കുതിര പടക്ക് പായുന്നതുപോലെ ഓരോരുത്തരും തന്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാർ അതിന്റെ കാലം അറിയുന്നു. കുറുപ്രാവ് മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരുള്ള സമയം അനുസരിക്കുന്നു. മടങ്ങിവരവിനുള്ള സമയമായി എന്ന് ഞാനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും കണ്ടുമുട്ടുവോളം സ്നേഹവന്ദനങ്ങൾ.